വളരെ രസകരമായ ഒരു കാര്യം കാണാനിടയായി. രസകരമെന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് അതിശയോക്തിയാണ്. രസമൊന്നുമല്ല. ഓരോ കേരളീയനും ഓരോ മലയാളിയും ലജ്ജിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ കേരളം, ഈ സംസ്ഥാനം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് 1-ാം തീയതി. ഇതിൻ്റെ റിപ്പർക്കഷൻസ്, അതായത് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഈ ഗവൺമെൻറ് ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ ദാരിദ്ര്യമുക്തമാണോ? ആദ്യം അത് ചിന്തിക്കണം. ഇപ്പോൾ ദാരിദ്ര്യമുക്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരു ദിവസം 233 രൂപ മാത്രം പ്രതിഫലം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്ന 26,165 ആശമാർ ഉള്ള സംസ്ഥാനമാണ്. ഇവർ സമ്പന്നരാണോ അതോ ഇവർ ദരിദ്രരാണോ? ആദ്യം അതൊന്ന് സമ്മതിക്കണം. കാരണം 233 രൂപ ശമ്പളം വാങ്ങിക്കുമ്പോൾ അവർ ഒരു ദിവസം അവരുടെ മറ്റ് ചിലവിന്, അതായത് ഈ ജോലിക്ക് പോകുന്ന ചിലവും വണ്ടിക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു 100 രൂപയെങ്കിലും അതിൽ നിന്ന് പോവും. ബാക്കി 133 രൂപ കൊണ്ടാണ് അവർ കുടുംബം പുലർത്തേണ്ടത്. ഇങ്ങനെയുള്ള ആളുകൾ ദരിദ്രരാണോ അല്ലയോ എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഒരു കോമൺ സെൻസിൻ്റെ കാര്യമേ ഉള്ളൂ ഇതിനകത്ത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാൻ. ഞാൻ 2-3 ആദിവാസി കോളനികളിൽ ഞാൻ പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ ബന്ധപ്പാടും ഒക്കെ ഒന്ന് കാണണം. അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ദരിദ്രരാണോ അല്ലയോ എന്നുള്ളത്. അതിലൊന്നും ശ്രദ്ധയില്ലാതാണ് ഇപ്പോൾ ഈ പണി ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രതിഫലനങ്ങൾ എന്താണെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവർ ചിന്തിക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം അത് ചിലപ്പോൾ അത് ചിന്തിച്ചിട്ട് തന്നെ ആയിരിക്കാം. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഇതിനകത്ത് കാണും. കാര്യം ഇനി BPL കാർഡുകളൊന്നും പിന്നെ കൊടുക്കണ്ടല്ലോ. കാരണം ബിലോ പോവർട്ടി ലൈൻ ആരുമില്ല. കാരണം ദരിദ്ര മുക്തരായി കഴിഞ്ഞാൽ പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സാധനമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ BPL എന്ന് പറയുന്ന ബിലോ പോവർട്ടി ലൈൻ ആരുമില്ല. അപ്പോൾ ആ കാർഡ് കൊടുക്കണ്ട. ഒരുപാട് അവകാശങ്ങൾ ഈ ജനങ്ങളുടേത് കവർന്നെടുക്കാം. കാരണം ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പണം ചെലവാക്കേണ്ട കാര്യമില്ലല്ലോ. ആ രീതിയിൽ വരും. പിന്നെ അത് മാത്രമോ, ഇത് കേന്ദ്ര ഗവൺമെൻറ് ഈ പല സംസ്ഥാനങ്ങൾക്കും ഓരോ വിധത്തിൽ പണം അലോട്ട്മെൻറ്റ് നടത്തുമല്ലോ. നടത്തുന്നത് നോക്കുമ്പോൾ കേരളത്തിന് കൊടുക്കേണ്ട കാര്യം എന്തോ അങ്ങനെയുള്ളതിന്? കാരണം അവിടെ ദരിദ്രരൊന്നുമില്ല. ദരിദ്രമുക്തമാണ്, അതിദരിദ്രമുക്തമായിട്ടുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് അവർക്ക് ഇത്രയും കൊടുക്കേണ്ട കാര്യമില്ല. അതിദരിദ്രരുള്ള ബീഹാർ, UP, അതുപോലെ ഒറീസ തുടങ്ങി ഉള്ള സംസ്ഥാനങ്ങൾക്ക്, അവർക്ക് ആസാം, അവർക്ക് കൊടുക്കാം എന്ന് ഗവൺമെൻറ്റിന് ഈസിയായിട്ട് തീരുമാനിക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഈ ഇലക്ഷൻ പ്രൊപ്പഗൻഡ ഏതാണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു, തമാശയായിട്ട് പറഞ്ഞതായിരിക്കാം എന്നാൽ പോലും, അതായത് ഈ കടപൂട്ടൽ സമയത്തൊരു വിൽപ്പനയുണ്ടല്ലോ, അതായത് കട പൂട്ടാൻ നേരത്ത്, അതായത് മൊത്തം കച്ചവടം അവസാനിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള സമയത്തൊരു വിൽപ്പന നടത്തുക. ആ വിൽപ്പനയാണിത് എന്നൊരാൾ പറഞ്ഞു കേട്ടു. അത് തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ പോലും അതുമായിട്ട് വളരെ സാമ്യമുണ്ട് ഈ ഇടപാടിന്. ഈ ആശമാർക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 1000 രൂപ മാസം ആശമാർക്ക് കൂട്ടിക്കൊടുക്കാൻ ഇവർ തീരുമാനിച്ചു. 8.5 മാസം ഈ പാവങ്ങൾ വെയിലും മഴയും ഏറ്റ് ആ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ കിടന്ന് സമരം ചെയ്തതാണ്. അത് അവർക്ക് എന്തുമാത്രം ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. സ്ത്രീകളല്ലേ, നമ്മുടെ സഹോദരിമാരല്ലേ, അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ഇതെല്ലാം സഹിച്ച് 8.5 മാസം അവർ സമരം ചെയ്തത് ഈ 1000 രൂപ എന്നുള്ള പിച്ചക്കാശിന്, അതായത് ഒരു ദിവസം 33 രൂപ 33 പൈസ കിട്ടും. ആ പിച്ചക്കാശിന് വേണ്ടിയാണോ ഇവർ ഈ സമരം ചെയ്തത്? അതിനും എത്രയോ ഭാഗ്യം ചെയ്തവരാണ് നമ്മുടെ നാട്ടിലെ മറ്റ് സ്ത്രീജനങ്ങൾ. 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും കേട്ടോ, അവർ ഈ മഞ്ഞ കാർഡോ പിങ്ക് കാർഡോ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം, എല്ലാ സ്ത്രീകൾക്കും അവർക്ക് പ്രതിമാസം 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ഇവരുടെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കുകൂലിയാണല്ലോ. ഇവർക്ക് നോക്കുകൂലി എന്ന് പറയുന്നത് ഇവർ ജോലി ചെയ്യാതെ ഇവർക്ക് ശമ്പളം കൊടുക്കുക, ശമ്പളം വാങ്ങിക്കുക എന്നുള്ള ഒരു രീതിയുണ്ട് ഇവർക്ക്. അല്ലെങ്കിൽ വന്ന് അവർ വല്ല സാധനം ഇറക്കാൻ നേരത്ത് അവൻ തന്നെ ഇറക്കി വെച്ചാലും ഇവർക്ക് നോക്കിയിരിക്കും, കൈ കെട്ടി നോക്കിയിരിക്കും, കാശ് കൊടുക്കണം. ആ നോക്കുകൂലിയാണ് ഇവിടെ. ഇവർക്ക് നോക്കുകൂലി കൊടുക്കുന്ന പണമാണ് 1000 രൂപ മാസം. അതുപോലും ഈ ജോലി ചെയ്യുന്ന ആശമാർക്കില്ല. മറ്റവർക്കൊരു ജോലിയും ചെയ്യണ്ട, അവർ വീട്ടിൽ ഇരുന്നാൽ മതി. അവർ വീട്ടിൽ ഇരുന്നാലും ഈ 35 മുതൽ 70-60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക്
അവർക്ക് ഇതിൻ്റെ പ്രായമുള്ള ആളുകളാണല്ലോ ഈ ആശമാരെന്ന് പറയുന്നവരും. അവർക്കും ഈ 1000 രൂപ കൊടുക്കും, ഇവർക്കും 1000 രൂപ കൊടുക്കും. ആ അപ്പോൾ ഇവർ സമരം ചെയ്തതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ടായി, ബാക്കിയുള്ള ആളുകൾ കൂടെ കൊടുക്കുന്നു. ഇതിന് പണം എവിടുന്നാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് എപ്പോഴും വിമർശിക്കുന്ന ഒരു ശിവനും ഒരു ശിവരാജനും ഉണ്ട്. അവരൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇത് എൻ്റെ ശമ്പളത്തിൽ നിന്നും കൊടുക്കണ്ട. ഞാൻ കൊടുക്കത്തില്ല മിസ്റ്റർ. അല്ലെങ്കിലും എൻ്റെ ശമ്പളമല്ല എനിക്കുള്ള, എൻ്റെ പെൻഷനാണ്. അതെനിക്ക് ജീവിക്കാൻ ഞാൻ ജോലി ചെയ്ത് വളരെ വർഷങ്ങൾ ഞാൻ സർവീസ് ചെയ്തിരുന്ന് ശരിയായ ജോലി ചെയ്തതിൻ്റെ പെൻഷനാണ് എനിക്ക് കിട്ടുന്നത്. അതെൻ്റെ അതിജീവനത്തിനുള്ളതാണ്. അതെടുത്ത് ആർക്കും കൊടുക്കാനൊന്നും നോക്കത്തില്ല. എൻ്റെ കയ്യിലില്ല കൊടുക്കാൻ. കാരണം എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഉള്ളപ്പോഴെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വേറെ ജോലിയൊന്നും സ്വീകരിക്കുന്നുമില്ല സർക്കാരിൻ്റെ. ഇനിയും സ്വീകരിക്കാൻ പോകുന്നതുമില്ല. എനിക്കതുകൊണ്ട് എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. പിന്നെ നിങ്ങൾ പറയുന്നല്ലോ ഇത് കൊടുക്കാൻ അങ്ങനെ തീരുമാനിക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നു. എങ്ങനെ ഈ 5 വർഷം 4.5 വർഷത്തിൽ കഴിഞ്ഞല്ലോ. ഈ 5 വർഷം എങ്ങനെ, അത് ഞാൻ ഒരു വീഡിയോ പറഞ്ഞപ്പോൾ ഓർക്കാതെ പലപ്പോഴും 5.5 വർഷം എന്ന് പറഞ്ഞു പോയി. ഒരു 6 ഇയർ പീരീഡ് അങ്ങ് ഓർക്കാതെ മനസ്സിൽ വന്ന് തെറ്റുപറ്റിയതാണ്. 4.5 വർഷമാണ്. ഈ 4.5 വർഷം ഇവരൊന്നും കൊടുത്തില്ലല്ലോ. ഇപ്പം പെട്ടെന്ന് ഈ 6 മാസത്തിനകത്ത് ഇലക്ഷൻ വരും. അപ്പോൾ പെട്ടെന്ന് ഒരൊറ്റയടി ഇലക്ഷൻ, ഈ 100 രൂപ കിറ്റ് കൊടുത്തതിന് പകരമായിട്ട് ഒരു മരുന്നാണ് ഈ കൊടുക്കുന്നത്. അതിൽ മയങ്ങി ഇവിടുത്തെ മലയാളികൾ നമ്മൾ അനങ്ങാതെ ഇരുന്ന് വീട്ടിലിരിക്കുന്നവന് അവൻ എന്ത് കിട്ടിയാലും മതി എന്ന് വിചാരിച്ച് കൊടുക്കും. ശരിയാണ്, ഈ നോക്കൂലി വാങ്ങിക്കുന്നവർക്ക് പ്രശ്നമില്ല. അവർക്ക് സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കാര്യവുമില്ല. നമ്മുടെ നാട്ടിൻ്റെ വികസന കാര്യത്തിലൊന്നുമില്ല. നമ്മുടെ നാട് മുടിയാൻ പോകുന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു ആലോചനയില്ല, ഒന്നുമില്ല. അവർക്ക് നോക്കൂലി കിട്ടിയാൽ മതി. അതുകൊണ്ട് അവർക്ക് സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് ഈ കിട്ടുന്നത്. ചുമ്മാ കിട്ടുന്നതല്ലേ. പക്ഷേ ഈ ജോലി ചെയ്യുന്ന ആശമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയല്ലേ. എന്ത് ദ്രോഹമാണ് അവരോട് കാണിച്ചത്. ഇത് കണ്ണ് തുറന്ന് സർക്കാർ കാണേണ്ട കാര്യമല്ലേ. ഇനിയിപ്പോൾ അവരുടെ ഹൃദയസ്പർശിയായ ഒരു എഴുത്ത് അവർ ഇമെയിലായിട്ട് 3 മഹാനടന്മാർക്ക് അയച്ചിട്ടുണ്ട്. അതായത് ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ശ്രീ കമൽഹാസൻ. ഇവർ 3 പേരും എനിക്ക് വളരെ പ്രിയപ്പെട്ട നടന്മാരാണ്. കേരളം എന്നല്ല, ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട മഹാനടന്മാരും വരുന്ന ആളുകളാണ് ഇവരൊക്കെ. അത്രത്തോളം വലിയ താരങ്ങളാണ്. ഇവരെ നിങ്ങളെ താരങ്ങളാക്കിയത് ആരാണെന്നറിയാമോ? ഈ പാവപ്പെട്ട ജനങ്ങളാണ്. അത് ആലോചിക്കണം. പണക്കാരന്മാരൊന്നും അല്ല തിയേറ്ററിൽ പലപ്പോഴും പോയിരുന്ന് കണ്ട് നിങ്ങളുടെ സിനിമ കാണാനായിട്ട് ഈ കാശെടുത്ത് കൊടുക്കുന്നത്. ഈ കീറിപ്പറഞ്ഞ നോട്ടുകളുമായിട്ട് അവിടെ ചെല്ലുന്നത് പലപ്പോഴും ഈ പാവങ്ങളായിരിക്കും. ഈ ദരിദ്രരെന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളവരായിരിക്കും. അവർ കിട്ടുന്ന അതിൽ നിന്ന് അവർക്ക് എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന എന്തെങ്കിലും വരുമാനത്തിൽ നിന്ന് അത് മാറ്റി വെച്ച് അവർ പട്ടിണി പോലും കിടന്നിട്ടായിരിക്കും നിങ്ങളുടെ സിനിമ കാണാൻ വരുന്നതും നിങ്ങളെ ഇങ്ങനെ ആക്കിയതും. നിങ്ങളോടുള്ള അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ നുണപ്രചാരണത്തിന് നിങ്ങളാരും വരരുത്, മഹാനടന്മാരാണ് എന്നവർ പറയുക. അതിനി നുണയാണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ പണം ഒന്നുമില്ല എന്ന് ശിവൻകുട്ടി വിളിച്ചു പറയുന്ന ശ്രീ ശിവൻകുട്ടി, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു. കേരളം വലിയ കടക്കണയിലാണ്, സാമ്പത്തിക ഞെരുക്കത്തിലാണ്, സാമ്പത്തിക പ്രയാസത്തിലാണ് എന്ന് ഒരാഴ്ച മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പം സ്ഥിതി മാറി. കാരണം ഇപ്പോൾ ഇത് കൊടുക്കാനൊക്കെ ഉള്ള സാമ്പത്തിക ശേഷിയുണ്ട് എന്നാണ്. പിന്നെന്തിനാ കേന്ദ്ര ഗവൺമെൻറ് ഇത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായോ? ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വലിയ ഓഫർ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? കാരണം അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. കാരണം ഇത് തീർക്കാനായിട്ട്. കാരണം കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയൊക്കെ ഭരണത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംസ്ഥാനത്തെയും ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഒരു വല്ല പ്രഖ്യാപനവും ആ രീതിയിൽ, അതായത് ഇത് ഇത്രയും രൂപ തന്നേക്കാം എന്നൊക്കെ ഉണ്ടോ? അതായത് ഇവർ ഇത്ര ഉറപ്പ് പറയണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത്. അത് മനസ്സിലാക്കാതാണ്. കാരണം ഈ പൈസ കൊടുക്കുക, ഈ പറഞ്ഞ ക്ഷേമ പ്രവർത്തികൾക്കുള്ള പണം കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 16,000 കോടി രൂപ വേണം. ഈ 16,000 കോടി രൂപയ്ക്ക് 16,000 കോടി രൂപ പൈസ ഇല്ലാത്ത എന്ന് വിലപിക്കുന്ന ഇത് വറ്റി വരണ്ടിരിക്കുന്നു പറയുന്ന ട്രഷറിയിൽ ഈ പണം എങ്ങനെ വരുന്നു? ഇനി ഇത് കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് വായ്പ എടുത്ത് കൊടുക്കുകയാണെന്നാണോ? പല പദ്ധതികളും വെട്ടിച്ചുരുക്കുകയാണ്. പട്ടികജാതി പട്ടിക വിഭാഗത്തിന് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ അത് വെട്ടിച്ചുരുക്കും. ആദിവാസി, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളും ഇതെല്ലാം ആ പദ്ധതി എല്ലാം വെട്ടിച്ചുരുക്കിയിട്ടാണ് അവസാനം ഇത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ആശുപത്രികളുണ്ടല്ലോ, മെഡിക്കൽ കോളേജിലൊക്കെ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരുന്ന ആ സാധനങ്ങൾ, അതിന് കൊടുക്കാനുള്ള പണമുണ്ട്. ഓരോ കമ്പനിക്ക് കൊടുക്കാനുള്ള പണം
അത് കൊടുക്കാത്തതുകൊണ്ട് അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയി. അത് അതേപോലെ തന്നെ സ്റ്റെൻറ്റ് വിലയേറിയ ഒരു സാധനമാണ്. പാവങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഈ ഹാർട്ടിൽ ഒരു ധമനി അടഞ്ഞു പോയാൽ കൊറോണറി ആർട്ടറിയിലെ അതിൻ്റെ തടസ്സം വന്നു കഴിഞ്ഞാൽ അതിൽ നിക്ഷേപിക്കേണ്ട സ്റ്റെൻറ്റ്, ആ സ്റ്റെൻറ്റുകൾ പോലും ഇവിടെ ഇല്ല ഇപ്പോൾ. കാരണം കമ്പനിക്ക് പണം കൊടുക്കാത്തതുകൊണ്ട് കമ്പനികൾ അത് കൊടുക്കുകയില്ല. അങ്ങനെ വരുന്ന ഉടനെ എന്നിട്ടാണ് പറയുന്നത് അതുപോലും വാങ്ങാൻ പണമില്ലാത്ത നമ്മുടെ ഗവൺമെൻറ്റാണ് പറയുന്നത് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പണമുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഇനി അന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇതിനെതിരല്ലേ നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും പ്രസ്താവനകൾ? അത് വളരെ വൈരുദ്ധ്യമില്ലേ ഇതിനകത്ത്? അപ്പോൾ ശ്രീ ശിവൻകുട്ടി മാപ്പ് പറയണം കേരള ജനതയോടുകൂടെ. കാരണം ഇവിടെ ഇത് അത്രയും വലിയ കടക്കണിയിലാണ്. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. അത് NEP കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളൊക്കെ ഞാൻ മാറ്റുകയാണ്, എൻ്റെ നിലപാട് ഞാൻ തിരുത്തുന്നു, എനിക്കൊരു നിലപാട് ആവാവോ എന്നൊക്കെ പറഞ്ഞില്ലേ? അത് നിങ്ങൾ മാപ്പി വയ്ക്കണം ഈ കാര്യത്തിൽ. കാരണം ഇവിടെ പണം ഇല്ല എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞു, പക്ഷെ പണം ഉണ്ടെന്നും ഇത് കൊടുക്കാനുള്ള പണം ഉണ്ടെന്നുള്ളത് ഇവർ പറയുന്നു. അതാണ് കാര്യം. അത് മനസ്സിലാക്കണം. ഇതുപോലെ നമ്മുടെ മഹാനടന്മാരോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇത് പഠിച്ചിട്ടേ നിങ്ങൾ ചെയ്യാവൂ. നിങ്ങൾ ഈ ആശമാരെ ഒന്ന് നോക്കണം. അവരെ കാണാൻ നിങ്ങൾക്ക് പറ്റിയല്ല, കാരണം ഇപ്പോൾ അവർ സമരം നിർത്തി പോവുകയാണ്. അവരെ ഒന്ന് കണ്ടാലേ മാർഗമുള്ളൂ. അതൊന്ന് നോക്കണം. നോക്കിയിട്ട് വേണം അവരെക്കുറിച്ചുള്ള, അവരെങ്കിലും ഇത്രയും പേരുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, അവർ പട്ടിണിയിലാണോ അവർ ദരിദ്രരാണോ എന്നൊന്നും മനസ്സിലാക്കുക. ഇനി ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഇത് പ്രഖ്യാപിക്കാൻ പോകുന്ന ആളുകളെന്ന് പറയുന്നത് അതിദരിദ്ര മുക്തര് ഉള്ള സംസ്ഥാനം എന്ന്, മുക്തമായ സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിസമ്പന്നരാണ്. ഈ പറയുന്ന ആളുകളൊക്കെ അതിസമ്പന്നന്മാരാണ് ഇല്ലെന്ന് അവർ തന്നെ പറയത്തില്ലല്ലോ. അവർ പറയട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇത് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ വൈരുദ്ധ്യം തിരിച്ചറിയുക, മനസ്സിലാക്കുക ജനങ്ങൾ.